ഹായ് PSC ഉദ്യോഗാർത്ഥികളെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പൊയ്ക്കയിൽ യോഹന്നാനെ കുറിച്ചാണ്. അദ്ദേഹം 1879 ഫെബ്രുവരി 17 ഇരവിപേരൂർ എന്ന സ്ഥലത്ത് കണ്ടൻ ലച്ചി ദമ്പതികളുടെ മകനായിട്ടാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജാനമ്മ. ചെറുപ്പകാലത്തുള്ള പേര് കുമാരൻ. കുമാരഗുരുദേവൻ, പൊയ്ക്കയിൽ അപ്പച്ചൻ എന്ന പേരുകളിലും പൊയ്ക്കയിൽ യോഹന്നാൻ അറിയപ്പെടുന്നുണ്ട്. 1939 ജൂൺ 29 അദ്ദേഹം മരണപ്പെടുന്നത്. ട്രാവൻകൂർ ഗവൺമെൻറ്റിൻ്റെ സമ്മതത്തോടുകൂടി ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് തുടങ്ങി വെച്ചത് പൊയ്ക്കയിൽ യോഹന്നാനാണ്. അതുപോലെ തന്നെ ദളിത് വിഭാഗക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പല ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളും അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. സാധുജന പരിപാലന സംഘത്തിൽ ഒരു അംഗമായിരുന്നു പൊയ്ക്കയിൽ യോഹന്നാൻ. 1909 പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന പേരിൽ പൊയ്ക്കയിൽ യോഹന്നാൻ ഒരു സംഘടന രൂപീകരിച്ചു. ഇരവിപേരൂരായിരുന്നു പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ തലസ്ഥാനം. ക്രിസ്തീയതയും ഹിന്ദുത്വത്തെയും എതിർക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന തത്വത്തിൽ വിശ്വസിക്കുക, സൃഷ്ടാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നിവയായിരുന്നു പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ തത്വങ്ങൾ. 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം നോമിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പൊയ്ക്കയിൽ യോഹന്നാനിൻ്റെ കവിതാസമാഹാരത്തിൻ്റെ പേര് രത്നമണികൾ എന്നാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ലീഡറാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയെക്കുറിച്ച് പല ലീഡേഴ്സിൻ്റെ ഗുരുവായിട്ടും ശിഷ്യനായിട്ടും ഒക്കെ നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1814 നഗലപുരം എന്ന സ്ഥലത്ത് മുത്തുകുമാരൻ രുക്മിണി അമ്മാൾ ദമ്പതികളുടെ മകനായിട്ടാണ് തൈക്കാട് അയ്യ ജനിക്കുന്നത്. കമലമ്മാൾ ആണ് അദ്ദേഹത്തിൻ്റെ പത്നി. അതായത് ഈ അച്ഛൻ്റെ അമ്മയുടെയും പേരൊന്നും അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ സ്ഥലവും ഇയറൊക്കെ നോക്കി വയ്ക്കണം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വേറെ പേരുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശിവരാജയോഗി, സൂപ്രണ്ടൻ്റ് അയ്യ, ഹതയോഗ ഉപദേഷ്ട. 1909 ജൂലൈ 20 അദ്ദേഹം അന്തരിക്കുന്നത്. തൈക്കാട് അയ്യയാണ് 19ാം സെഞ്ച്വറിയിൽ ആദ്യമായിട്ട് കേരളത്തിൽ പന്തിഭോജനം തുടങ്ങി വെച്ചത്. തൈപ്പൂയ സദ്യയുടെ ഭാഗമായിട്ടായിരുന്നു പന്തിഭോജനം നടത്തിയത്. തൈക്കാട് അയ്യയ്ക്ക് ഒരു സ്പിരിച്വൽ ഇനിസിയേഷൻ കിട്ടിയത് സച്ചിദാനന്ദ മഹാരാജ് അതുപോലെ തന്നെ ശ്രീ ചിട്ടി പരദേശി, ഈ 2 ഗുരുക്കളിൽ നിന്നായിരുന്നു കിട്ടിയത്. തൈക്കാട് അയ്യയുടെ യോഗ ഗുരുവാണ് സച്ചിദാനന്ദ സ്വാമികൾ. നമ്മൾ നേരത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു തൈക്കാട് അയ്യയാണ്. പക്ഷേ തൈക്കാട് അയ്യയുടെ ഗുരു സച്ചിദാനന്ദ സ്വാമികളാണ്. അതുപോലെ തന്നെ ശിവരാജ യോഗ ഒരു പാർട്ടായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരാൾ തൈക്കാട് അയ്യയാണ്. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന സ്ലോഗൻ മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ് തൈക്കാട് അയ്യ. അതായത് ഒരേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശ്രീനാരായണ ഗുരു പറഞ്ഞ അതേ സ്ലോഗൻ തന്നെയാണ്, പക്ഷേ ഇതൊരു വേറെ ലാംഗ്വേജ്, തമിഴിലാണ്. അപ്പോൾ ആ വേർഡ്സിനാണ് കാര്യം. ഈ ഒരു വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈക്കാട് അയ്യയുടെ സ്ലോഗനാണ്. അതിനുശേഷം ആ പറഞ്ഞ തൈക്കാട് അയ്യയുടെ സ്ലോഗൻ ശ്രീനാരായണ ഗുരു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഒരു സ്ലോഗൻ കൊണ്ടുവന്നത്. ദ ട്രാവൻകൂർ കിങ് ഹു ബിക്കെയിം ദ ഫേമസ് ഡിസിപ്ലിൻ ഓഫ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയ്ക്ക് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ട്രാവൻകൂർ കിങ്, തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ തൈക്കാട് അയ്യയുടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ഉണ്ട്, ശിഷ്യഗണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, സ്വാതി തിരുനാൾ, കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ, രാജാ രവിവർമ്മ, ഇവരൊക്കെയായിരുന്നു.